സാമ്പത്തിക ഇടപാടുകൾക്കിടയിൽ ജയിലിലായ മറ്റൊരു വ്യവസായി കൂടി ജയിൽ മുറിക്കുള്ളിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞു. വിജയ് കരുണാകരൻ. ഒരു കാലത്ത് ബാംഗ്ലൂരിൽ മലയാളിയുടെ അഭിമാനമായിരുന്ന MV ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടർ. വിജയ് കരുണാകരന്റെ മരണത്തിനു പിന്നിൽ നിരവധി ദുരൂഹതകൾ ഉണ്ടെന്ന ബന്ധുക്കളുടെ ആരോപണം മലയാളിയെ ഓർമ്മിപ്പിക്കുന്നത് കേരളത്തിന് നഷ്ടമായ മറ്റൊരു വ്യവസായിയെയാണ്. ജനാർദ്ദനൻ മോഹൻദാസ് രാജൻപിള്ള. കൊല്ലത്തിന്റെ പുകൾപ്പെട്ട വാണിജ്യ പാരമ്പര്യത്തിൽ നിന്നും ലോകത്തിന്റെ വ്യവസായ ഭൂപടത്തോളം എത്തിയ കേരളീയൻ. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നാകെ വ്യാപിച്ചു കിടന്ന 1400 കോടി രൂപയുടെ ആസ്തിയുള്ള ബ്രിട്ടാനിയ സാമ്രാജ്യത്തിന്റെ ഒരു കാലത്തെ ഏക ഛത്രപതി. കച്ചവട മൂല്യത്തിന്റെ കണക്കെടുപ്പുകളിൽ ലോഭമില്ലാത്ത വിശേഷണങ്ങൾ ഏറെ ഏറ്റുവാങ്ങി രാജൻപിള്ള എന്ന ബിസ്ക്കറ്റ് രാജാവ്. കോടികളുടെ ആസ്തിയും കൈഞ്ഞൊടിച്ചാൽ അടുത്തെത്താൻ എമ്പാടും ആശ്രിതരും പണമുണ്ടാക്കിക്കൊടുത്ത രാഷ്ട്രീയ സ്വാധീനവും ഉണ്ടായിട്ടും വിധി രാജൻപിള്ളയ്ക്ക് നീക്കിവെച്ചത് മറ്റൊരു നിയോഗമായിരുന്നു. ജയിൽ മുറിക്കുള്ളിൽ ചികിത്സ കിട്ടാതെ മരിച്ച രാജൻപിള്ള കൊട്ടിഘോഷിക്കപ്പെടുന്ന നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തീരാകളങ്കമായി. ലോകത്തിന്റെ വിവിധ കോണുകളിൽ കൊട്ടാര സമാനമായ വീടുകളും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ സ്വന്തമായി മുറികളും ഉണ്ടായിട്ടും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ രാജൻപിള്ളയുടെ മരണ സർട്ടിഫിക്കറ്റിൽ സ്ഥിര മേൽവിലാസം ഇങ്ങനെയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്: ഗേറ്റ് നമ്പർ 4, തിഹാർ ജയിൽ, ന്യൂഡൽഹി. രാജൻപിള്ളയും വിജയ് കരുണാകരനുമെല്ലാം എങ്ങനെയാണ് മാധ്യമങ്ങൾക്കും പുറം ലോകത്തിനും മുന്നിൽ കുറ്റക്കാരാവുന്നത്? അന്യനാടുകളിൽ വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനിടയിൽ വീണുപോകുന്ന ചതിക്കുഴികളാണ് ഇതിനു പിന്നിലെന്ന് രാജൻപിള്ളയുടെ ബന്ധുക്കൾ പറയുന്നു. എക്സ്ട്രഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൺട്രീസിലും ലോസ് ഡിഫറെന്റാ. ഇപ്പം നമ്മൾ മിഡിൽ ഈസ്റ്റിലോ ഇപ്പൊ ഇറാഖില് അമേരിക്ക പറയുന്ന അവിടെ ആരെല്ലാം സദാമിന്റെ എഗൻസ്റ്റ് ആയി അവരെ അങ്ങ് കൊന്നുകളയുന്ന ദാറ്റ് ഈസ് ദി അലിഗേഷൻ. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇന്ത്യയിൽ വരുമ്പോ ഇന്ത്യയിൽ ഒരു ട്രയൽ കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പേ അവർ ക്രിമിനൽ ആണെന്ന് അസ്യൂം ചെയ്യുന്നത് വളരെ തെറ്റാണ്. ഇന്ത്യയിൽ വല്ല തെറ്റുണ്ടെങ്കിൽ അത് ആദ്യമേ ട്രൈ ചെയ്യണം, പിന്നെ ഉള്ളൂ മറ്റേത്. അപ്പൊ ഇത് വരുന്നതിന്റെ മുമ്പേ അയാളൊരു കള്ളനാ. അതിൽ ഇത് എനിക്ക് മനസ്സിലാവാത്ത അവർക്ക് വല്ല ഡിസീസോ വേറെ വല്ലോ ഉണ്ടെങ്കിൽ അതല്ലേ അവർ ആദ്യമേ നോക്കേണ്ടത്. അത് നോക്കി അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാതെ ഒരാളെ എങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റും? അതിനു മുമ്പേ ഇവരല്ല ഇപ്പൊ രാജന്റെ കേസായാലും ഇപ്പോഴത്തെ ഒരു കേസായാലും ഈ ട്രയലും ഒന്നും നടക്കുന്നതിന് മുമ്പേ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഡിസൈഡ് ചെയ്ത് അയാൾ കള്ളനാണെന്ന്. മെഡിസിനും കൊടുക്കത്തില്ല, അവർ മരിക്കുകയും ചെയ്യുന്നു. അവരുടെ സ്റ്റോറി ആര് കേൾക്കാനായിട്ടാണ്? വർഷങ്ങൾക്ക് മുമ്പ് രാജൻപിള്ള ചെയ്തൊരു ചെറിയ സാമ്പത്തിക കുറ്റകൃത്യത്തെ ഉപയോഗിച്ച് വ്യവസായ രംഗത്തെ ശത്രുക്കളൊരുക്കിയ കെണിയാണ് രാജൻപിള്ളയുടെ മരണത്തിന് കാരണമായതെന്ന് ബന്ധുക്കൾ പറയുന്നു. ഈ ചതിക്കുഴിയുടെ ആഴമറിയണമെങ്കിൽ രാജൻപിള്ളയുടെ വ്യവസായ ചരിത്രം അറിയണം. കൊല്ലത്തെ പരമ്പരാഗത കശുവണ്ടി വ്യവസായികളുടെ കുടുംബമായ വെണ്ടർ തറവാട്ടിൽ നിന്നും 1973 രാജൻപിള്ള സിംഗപ്പൂരിലെത്തിയത്. കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിന്റെ കുത്തക ഏറെക്കുറെ സ്വന്തമാക്കി വെച്ചിരുന്ന പിതാവ് ജനാർദ്ദനൻ പിള്ള സംസ്കരിച്ച കശുവണ്ടി പരിപ്പിന്റെ വിദേശ മാർക്കറ്റ് മുതലെടുക്കാൻ വേണ്ടിയായിരുന്നു രാജൻപിള്ളയെ സിംഗപ്പൂരിലേക്ക് അയച്ചത്. ചെറുപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു. അമ്മയുടെ അച്ഛൻ്റെ കൂടെ വളർന്നത്. ഒരു 5-6 വയസ്സായിട്ടാണ് പിന്നെ അവർ വേറെ മാറി താമസിച്ചു. അപ്പോഴേ വളരെ ഇളയ കുട്ടികളോടെയും എല്ലാം വളരെ സ്നേഹമുള്ള ഒരു സഹോദര സ്നേഹമുള്ള ഒരു ചെറുപ്പത്തിലേ തന്നെ അവൻ കാണിച്ചിരുന്ന സഹോദര സ്നേഹം. 1973
അച്ഛന്റെ പണം കൊണ്ട് സിംഗപ്പൂരിൽ ആരംഭിച്ച 20th സെഞ്ചുറി ഫുഡ്സ് എന്ന സ്ഥാപനത്തിലൂടെയാണ് രാജൻ പിള്ള തന്റെ അശ്വമേധം ആരംഭിക്കുന്നത്. കുറച്ചു കാലം കൊണ്ട് തന്നെ രാജൻ പിള്ളയുടെ കമ്പനിയും കമ്പനിയുടെ ഒലെ എന്ന ബ്രാൻഡ് നെയിമും ഏറെ പ്രശസ്തമായി. പിന്നീട് റോസ് ജോൺസൺ എന്ന വ്യവസായിയുടെ സംരംഭവുമായി രാജൻ പിള്ള തന്റെ സ്ഥാപനത്തെ കൂട്ടിയോജിപ്പിച്ചു. രാജൻ പിള്ളയും റോസ് ജോൺസണും തമ്മിലുള്ള ബന്ധം ഇവിടെ തുടങ്ങുന്നു. രാജൻ പിള്ളയുടെയും റോസ് ജോൺസന്റെയും സംയുക്ത സംരംഭത്തെ പിൽക്കാലത്ത് അമേരിക്കയിലെ വൻകിട ഭക്ഷ്യനിർമ്മാതാക്കളായ നെബിസ്കോ കമ്പനി ഏറ്റെടുത്തു. ലയനത്തിലൂടെ രാജൻ പിള്ളയുടെ പാർട്ണറായ റോസ് ജോൺസൺ നെബിസ്കോ കമ്പനിയുടെ ചെയർമാൻ സ്ഥാനത്തെത്തിയപ്പോൾ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ ചുമതലക്കാരനായിരുന്നു രാജൻ പിള്ള. 20th സെഞ്ചുറി ഫുഡ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയില് റോസ് ജോൺസൺ എന്ന് പറഞ്ഞ RJR നെബിസ്കോയിന്റെ അന്നത്തെ ചെയർമാൻ ഉണ്ടായിരുന്നു. അദ്ദേഹവും രാജനും കൂടെ ആയിരുന്നു അവരൊരു പുതിയ കമ്പനി ഫോം ചെയ്തിട്ട് അന്ന് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഇന്ത്യയിലും പാകിസ്ഥാനിലെ അസോസിയേറ്റഡ് ബിസ്ക്കറ്റ്സും. ഇന്ത്യയിലെ വൻകിട ബിസ്ക്കറ്റ് നിർമ്മാതാക്കളായിരുന്ന ബ്രിട്ടാനിയയിൽ രാജൻ പിള്ളയുടെയും ജോൺസന്റെയും സംയുക്ത സംരംഭമായ നെബിസ്കോയ്ക്ക് 40% ഓഹരികൾ ഉണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടാനിയ കമ്പനിയിൽ നെബിസ്കോയ്ക്ക് മേധാവിത്വം ഉണ്ടാകണമെങ്കിൽ 51% ഓഹരികളെങ്കിലും വേണമായിരുന്നു. തുടർന്ന് കമ്പനിക്ക് വേണ്ടി 11% ഓഹരികൾ കൂടി സ്വന്തം പേരിൽ രാജൻ പിള്ള വാങ്ങുന്നു. അങ്ങനെ 1985-ൽ ബ്രിട്ടാനിയയുടെ ചെയർമാനായി രാജൻ പിള്ള ഇന്ത്യൻ വ്യവസായ രംഗത്ത് കാലുറപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് അഭിമാനിക്കാവുന്ന ഒരു പുത്രനായിരുന്നു. ഇങ്ങനൊരു ഇന്റർനാഷണൽ ഫിഗറായി. ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളെയും എല്ലാ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെയൊക്കെ അവന് വളരെ സ്നേഹമുള്ള ഒരു കുട്ടിയായിരുന്നു. രാജൻ പിള്ള ബ്രിട്ടാനിയയുടെ ചെയർമാൻ ആയതോടെ അദ്ദേഹത്തിന് വ്യാവസായിക രംഗത്ത് ചിരകാല സുഹൃത്തായി ഉണ്ടായിരുന്ന ഒരാൾ ശത്രുവായി. ഇന്ത്യൻ വസ്ത്രനിർമ്മാണ രംഗത്തെ അതികായനും ബോംബെ ഡെയിങ്ങിന്റെ ചെയർമാനുമായിരുന്ന നുസ്ലി വാഡിയ ആയിരുന്നു രാജൻ പിള്ളയുടെ ആ സുഹൃത്ത്. ബ്രിട്ടാനിയയുടെ ചെയർമാനാകാൻ വാഡിയയ്ക്ക് ഏറെ ആഗ്രഹമുണ്ടായിരുന്നുവത്രേ. രാജൻ പിള്ള സഹായിക്കുകയാണെങ്കിൽ ബ്രിട്ടാനിയയുടെ 11% ഓഹരികൾ താൻ വാങ്ങാമെന്ന് വാഡിയ നേരത്തെ രാജൻ പിള്ളയെ അറിയിച്ചിരുന്നു. എന്നാൽ ആ 11% ഓഹരികൾ രാജൻ പിള്ള തന്റെ സ്വന്തം പേരിൽ വാങ്ങിയതോടെ വാഡിയയ്ക്ക് രാജൻ പിള്ള പ്രഖ്യാപിത ശത്രുവായി മാറുകയായിരുന്നു. രാജൻ പിള്ള സിംഗപ്പൂരിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നതാണ്. ആ കാലത്ത് ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് കമ്പനിയുടെ മജോറിറ്റി ഷെയർ, കൺട്രോളിംഗ് ഷെയർസ് കിട്ടി. ബ്രിട്ടാനിയയുടെ മാനേജിംഗ് ഡയറക്ടറായി. അന്ന് ബോംബെയിലുള്ള വലിയ പ്രധാനപ്പെട്ട 2-3 കമ്പനിക്കാരെ ബ്രിട്ടാനിയ കൈയടക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. രാജൻ പിള്ള അതൊക്കെ ബ്ലോക്ക് ചെയ്തു. പിൽക്കാലത്ത് രാജൻ പിള്ളയുടെയും റോസ് ജോൺസന്റെയും സംയുക്ത സംരംഭമായ നെബിസ്കോ കമ്പനിയെ അമേരിക്കയിലെ KKR ഗ്രൂപ്പിന് വിൽക്കാൻ ഇവർ തീരുമാനിച്ചു. ഈ സമയത്ത് താൻ ചെയർമാനായ ഇന്ത്യയിലെ ബ്രിട്ടാനിയ കമ്പനിയിലെ മുഴുവൻ ഷെയറുകളും രാജൻ പിള്ള വാങ്ങുന്നു. ഇതോടെ ബ്രിട്ടാനിയ കമ്പനിയിലെ ഭൂരിപക്ഷം ഓഹരികളുടെ ഉടമ എന്ന നിലയിൽ നിന്നും ബ്രിട്ടാനിയ കമ്പനിയുടെ ഏക ഉടമയായി രാജൻ പിള്ള മാറി. ഇതിന് രാജൻ പിള്ളയെ സഹായിച്ചത് പഴയ പാർട്ണർ റോസ് ജോൺസൺ ആണ്. ബ്രിട്ടാനിയ കമ്പനിയിൽ പിന്നീട് ജോൺസൺ കുറച്ചു ഷെയറുകൾ കൂടി വാങ്ങി. പിന്നീട് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മറ്റു ചില രാഷ്ട്രങ്ങളിലെ ബ്രിട്ടാനിയ ഗ്രൂപ്പ് കൂടി ഏറ്റെടുക്കാൻ ഇന്ത്യയിലെ ബ്രിട്ടാനിയ കമ്പനിയുടെ ചെയർമാനായ രാജൻ പിള്ളയോട് KKR ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യ നിർമ്മാതാവാകാൻ ആഗ്രഹിച്ച രാജൻ പിള്ള ഇതൊരു നല്ല അവസരമായി കണക്കാക്കി. പാരീസിലെ ഡെനോൺ എന്ന കമ്പനിയുടെയും റോസ് ജോൺസന്റെയും സഹായത്തോടെ ഈ കമ്പനികൾ രാജൻ പിള്ള ഏറ്റെടുക്കുന്നു. ഈ കരാർ പ്രകാരം 50% ഓഹരികൾ ഡെനോൺ കമ്പനിക്കും 50% ഓഹരികളും ഇന്ത്യയിലെ ബ്രിട്ടാനിയ ഗ്രൂപ്പിന്റെ ചെയർമാൻ പദവിയും രാജൻ പിള്ളയ്ക്കായിരുന്നു. പിന്നെ ലേറ്റർ ഓൺ അവർ ഡെനോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാരീസ് കമ്പനിയായിട്ട് ജോയിൻ ചെയ്തിട്ട് ന്യൂസിലൻഡ്, ഹോങ്കോങ്, മലേഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ കൂടെ ഓൺ ചെയ്തത്. അന്നത്തെ അവരുടെ രാജനന്റെ ഒരു മൈനോറിറ്റി പാർട്ട്ണറായിരുന്നു ഈ റോസ് ജോൺസണും റോസ് ജോൺസന്റെ മകനും അതിന്റെ ഡയറക്ടേഴ്സ് ആയിരുന്നു. ഈ സമയത്താണ് രാജൻ പിള്ളയുടെ പഴയ സുഹൃത്തും പിൽക്കാലത്തെ ശത്രുവുമായ ബോംബെ ഡെയിങ് ചെയർമാൻ നുസ്ലി വാഡിയ വീണ്ടും രംഗപ്രവേശം ചെയ്യുന്നത്. രാജൻ പിള്ളയ്ക്കൊപ്പം ബ്രിട്ടാനിയ ഗ്രൂപ്പിന്റെ ഉടമസ്ഥരായ ഡെനോൺ കമ്പനിയെ നുസ്ലി വാഡിയ സമീപിക്കുന്നു.